ഹലോ എവരിവൺ. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ നമ്മുടെ കീം എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എക്സാമിൻ്റെ ഡേറ്റ്സും അവർ റിവൈസ് ചെയ്തിട്ടുണ്ട്. 23 മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 23, 25, 26, 27, 28, 29 എന്നീ തീയതികളിൽ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ദെൻ ഫാർമസിയുടെ എക്സാം 24-നും 29-നുമാണ് നടക്കുന്നത്. അപ്പോൾ ഡേറ്റ്സുകൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൈമും അറിയാം. എഞ്ചിനീയറിംഗിൻ്റെ എക്സാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ആയിരിക്കും എക്സാം നടക്കുന്നത്. ഇപ്പോൾ ഹോൾ ടിക്കറ്റ് കുറേ കുട്ടികൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും, കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടാകത്തില്ല. കിട്ടാത്തവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി മെമ്മോ കാര്യങ്ങൾ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മിസ്റ്റേക്സുകൾ നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിനകത്ത് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ. അങ്ങനെ കറക്റ്റ് ചെയ്യാത്തവർക്ക് വിത്ത്ഹെൽഡ് എന്നുള്ളൊരു ഇതിലായിരിക്കും ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 21 വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. സോ നിങ്ങൾ ഡേറ്റാസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഹോൾ ടിക്കറ്റ് വന്നവരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൻ്റെ എക്സാം മാത്രമാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റിൽ എഞ്ചിനീയറിംഗ് എക്സാം എന്നുള്ള രീതിയിൽ മാത്രം അതിൻ്റെ ഡേറ്റ്സും അതുപോലെ തന്നെ വെന്യൂ മാത്രമായിരിക്കും ഹോൾ ടിക്കറ്റിൽ ഉണ്ടാകുന്നത്. ഇനി ഫാർമസി മാത്രം എഴുതുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും ഹോൾ ടിക്കറ്റിൽ ഉണ്ടാകുന്നത്. ഇനി ഇതിന് രണ്ടിനും അപ്ലൈ ചെയ്തവർക്ക് 2 ഡിഫറെൻറ്റ് എക്സാം ആയിട്ടായിരിക്കും നടക്കുന്നത്. എഞ്ചിനീയറിംഗിൻ്റെ എക്സാം ഒരു ദിവസം, ഫാർമസിയുടെ എക്സാം മറ്റൊരു ദിവസം എന്നുള്ള രീതിയിലാണ് എക്സാം നടക്കുന്നത്. സോ നിങ്ങൾ 2 എക്സാമും എഴുതേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ്സിനോടും അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റിനോടും അനുബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയാം നമ്മുടെ ഹോൾ ടിക്കറ്റാണ്. ഹോൾ ടിക്കറ്റ് ഇല്ലാതെ നമുക്ക് എക്സാമിന് പോകാനേ പറ്റില്ല. സോ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യുന്നത് A4 സൈസിലായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്. ദെൻ അത് കളറാകാം. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. കളർ കോപ്പി തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനിയും അതിൻ്റെ കൂടുതൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഒരു വാലിഡ് ID പ്രൂഫാണ്. അത് നിങ്ങൾക്ക് ആധാർ കാർഡ് തന്നെയായിരിക്കും നിങ്ങൾ എല്ലാവരും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കാരണം ആധാർ കാർഡ് ആകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. ആധാർ കൊണ്ടുപോകാം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം, പിന്നെ നിങ്ങളുടെ സ്കൂളിലെ ID കാർഡ് കൊണ്ടുപോകാം. പിന്നെ അത് അറ്റസ്റ്റ് ചെയ്തതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സോ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ എല്ലാവരും ആധാർ കാർഡ് തന്നെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കുക. ഇനി നിങ്ങൾക്ക് അവിടുന്ന് റഫ് ഷീറ്റ്, അതായത് റഫ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, പേപ്പേഴ്സ് തരുന്നതാണ്. സോ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെണ്ണ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതായത് ബ്ലാക്ക് ഓർ ബ്ലൂ കളറുള്ളൊരു ബോൾ പെൻ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വാട്ടർ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്ടറും കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അലോ ആയിട്ടുള്ള സാധനങ്ങൾ. ദെൻ കാൽക്കുലേറ്റർ, സ്മാർട്ട് വാച്ച്, ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഡിവൈസ് പോലും നിങ്ങൾ കൊണ്ടുപോകരുത്. അതുപോലെ തന്നെ ലോഗരിതമിക് ടേബിൾ, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും എക്സാം ഹോളിൽ അലൗഡ് അല്ല. ഇനി ഡ്രസ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം. കീം എക്സാമിന് ഇതുവരെ ഒഫീഷ്യലായിട്ട് ഒരു ഡ്രസ് കോഡൊന്നും അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് നോർമലായിട്ടുള്ള ഏത് ഡ്രസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. എന്നാലും സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ് തന്നെ ധരിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്രസ് കോഡിലും പറയാനുള്ളത്. സോ ഓവറോൾ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെയിനായിട്ട് ഹോൾ ടിക്കറ്റാണ്, അത് നിങ്ങൾ മറന്നു പോവുകയേ ചെയ്യരുത്. എല്ലാ കുട്ടികൾക്കും അബദ്ധം പറ്റുന്നതാണ്. അതൊക്കെ എടുത്തു വയ്ക്കാൻ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ മറന്നു പോവുകയും അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഇത് പറയുന്നത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാത്തവർ നിങ്ങൾക്ക് കറക്ഷനുള്ള ടൈമുണ്ട്, 21 വരെയാണ് ടൈമുണ്ട്. അത് പ്രത്യേകം തന്നെ നോട്ട് ചെയ്യുക. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ടുള്ള ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ചോദിക്കുക, നമ്മൾ മറുപടി തരുന്നതാണ്. സോ ഇത് മാത്രം ചെയ്താൽ പോരാ, പ്രിപ്പറേഷനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോകുക. സോ നമ്മുടെ ക്ലാസ്സുകളെല്ലാം അടിപൊളിയായിട്ട് കാണുക. സോ ഓൾ ദി ബെസ്റ്റ്.